ഒരു ബീഡിങ് എടുത്തത് വെച്ചാ ഞാനൊന്ന് വലിക്കട്ടെ. പുര നിറഞ്ഞു നിൽക്കുന്ന 2 പെൺപിള്ളേർ, അവരെ കെട്ടിച്ചു വിടണം. ഇളയത്തങ്ങളുടെ പഠിപ്പ് എല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. മാസത്തിൽ 1 or 2 പെട്ടി വിട്ടിട്ട് എങ്ങനെ കാര്യങ്ങൾ നടത്താനാ? ഈ അടുത്ത കാലം കൊണ്ടാ കച്ചവടം ഇത്ര കണ്ട് മോശമായത്. കണ്ടില്ലേ പെട്ടികളെല്ലാം കിടക്കുന്നത്? എല്ലാ മേഖലയിലും മാന്യം സംഭവിച്ചിരിക്കുക. നമ്മളെ മാത്രമല്ല, ഒരു മാറ്റം ഉണ്ടാവും ചാച്ച. ഒരു നല്ല കാലം നമുക്കുണ്ടാവും. അതിന് എന്നാണോ എന്തോ നടക്കുവോ എന്തോ. ഏയ് തൊമ്മിച്ചൻ കാര്യം നടത്തിയേ വരൂ. എന്നാലും എന്റെ വടക്കനപ്പാ, എന്റെ തൊമ്മിച്ചനെ കാത്തോളണേ. ഒന്നുമില്ല. ഇന്ന് പണിക്കൊന്നും പോകുന്നില്ലേ? എന്നാ പറ്റി? അതിനാരെങ്കിലും ചാവണ്ടേ? ആനക്കുട്ടിക്ക് കൊലുസ് വാങ്ങാൻ വെച്ചിരിക്കണേന്ന് തോമിച്ച അത് എടുക്കല്ലേ? തോമിച്ച ആ പൈസ എടുക്കലേന്ന് തോമിച്ച. ആനക്ക് കൊലുസ് ചാവ അടിച്ചു കൊടുത്തത് അതൊന്നും നടക്കില്ല. കണ്ടുപിടിക്കാൻ സമ്മതിക്കില്ല. ഒരു കുട്ടി വെക്കുന്നത് ഞാൻ രാവിലെ മുതൽ പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയായിരുന്നടാ. ഏതായാലും കാര്യം സാധിച്ചല്ലോ, സമാധാനായി. ശേഖരന്റെ സാമിലോട്ട് ഇനി താമസിക്കണ്ട. നിനക്കറിയോ, രാവിലെ 2 അടിക്കാത്തോണ്ട് എന്റെ കൈയും കാലും വറക്കാണ്. എത്രയും വേഗം എവിടെങ്കിലും ജോലിക്ക് കയറണം. അമ്മച്ചി ഒറ്റയാളുടെ വരുമാനം കൊണ്ട് കുടുംബം കഴിഞ്ഞ് പോകുകയില്ല ബെന്നി. എൻ്റെ അപ്പൻ്റെ സ്വഭാവം നിനക്കറിയാലോ. അറിയാം. എൻ്റെ വീട്ടിലെ കഷ്ടപ്പാടിനും ദാരിദ്ര്യത്തിനും ഒരു മോചനം, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നീ ആഗ്രഹിക്കുന്ന രീതിയിലെ നല്ല ജീവിതം നിനക്ക് ഉടനെ ഉണ്ടാവും ആലിസേ. എൻ്റെ അമ്മച്ചിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടമായിരിക്കുക. സത്യ? ആ, എപ്പോഴാ പെണ്ണ് വെച്ച് വരണ്ടെന്ന കാര്യം പറഞ്ഞാൽ മതി. കർത്താവേ, നീ എന്നെ കൊലയ്ക്ക് കൊടുക്കും. അയ്യോ അപ്പച്ചൻ. എന്തിനാ പഠിക്കുന്നേ? ഞാൻ പോയി പറയട്ടെ കാര്യങ്ങൾ. ആലിസേ, ഐ ലവ് യു. ആലിസേ, എന്നാ അമ്മച്ചി? ദാ കുടിക്ക്. പരീക്ഷയ്ക്കുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞോ മോളെ? പഠിക്കണം, പഠിച്ച് മിടുക്കിയാവണം. ഈ അമ്മച്ചി കഷ്ടപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതുമെല്ലാം എൻ്റെ മക്കൾക്ക് വേണ്ടിയാ. നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് മാത്രമേ ഈ അമ്മച്ചിക്ക് ചിന്തയുള്ളൂ. ഈ അമ്മച്ചിയെ മറ്റുള്ളവരുടെ മുമ്പിൽ തോപ്പിക്കരുത്. അയ്യേ, എന്നെ അമ്മച്ചി. ഒന്നുമില്ല അമ്മച്ചി. അയ്യോ ആനിക്കുട്ടി, എന്നാ ഇത്? വരുന്ന വഴിക്ക് കുറച്ച് ചുള്ളിക്കമ്പ് കിട്ടി. അപ്പച്ചന് കുളിക്കാനുള്ള വെള്ളം അനത്താൻ കുറച്ച് ചുള്ളിയായാലോ എന്ന് ഞാൻ വിചാരിച്ചു. നന്നായി മോളെ. വാ വാ ആനിക്കുട്ടി, വാ മക്കളെ. മക്കൾക്ക് ഇഷ്ടപ്പെട്ട കപ്പയും മത്തിയും അമ്മച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എടുത്തു തരാം. വാ. മിന്നുന്ന ലൈറ്റ് പോരല്ലേ? അവനവന്റെ കഴിവിനൊത്ത് ക്രിസ്തുവിന്റെ ജനനം ആഘോഷിക്കണമെന്നാ പ്രമാണം, അല്ലേ അമ്മച്ചി? അതെ ആനി അമ്മച്ചി. ജോസു
ആദ്യത്തെ ക്രിസ്മസാ അല്ലേടാ? ക്രിസ്തുവിന്റെ ജനനം പറഞ്ഞ് ദേവദൂതന്മാർ എത്തിക്കഴിഞ്ഞു. അത് 4 കാലിലാണെന്നേ ഉള്ളൂ. നീ വരുന്നില്ലേ? വേണ്ടടാ, നല്ലൊരു ദിവസമായിട്ട് ഞാനൊരു കരട് ആവുന്നില്ലടാ. നീ വാടാ. വേണ്ടടാ, മേരി ചേട്ടത്തിക്ക് ഇഷ്ടപ്പെടത്തില്ല. നീ ഏത് ചെല്ലടിയാ. മേരി? എടാ മുത്താരംകുന്നിലെ മാമച്ചന്റെ മോള് മേരി ഉണ്ടാക്കി വീടല്ലടാ ഇത്. ഇത് കുഴുവെട്ടുകാരൻ തൊമ്മിയുടെ അപ്പൻ, കുഴുവെട്ടുകാരൻ തങ്കച്ചൻ ഉണ്ടാക്കിയിരിക്കുന്ന വീടായത്. നീ ചെല്ല്, ഞാൻ കൊണ്ടാക്കാം. എടി കൊച്ചിനെ നിർത്തേ. വാട ചക്കരേ. മേരി ഹാപ്പി ക്രിസ്മസ്. ഓ ആയിക്കോട്ടെ. ഇതാരാ എന്റെ ജ്യൂസ് കുടിയോ? രാമൻകുട്ടി ഒന്നിങ്ങ് വന്നേ. ഭക്ഷണം കഴിക്കാനൊന്നും ഞാനില്ല, ഞാൻ പോവാ. കുറച്ചു കാലമായി നീ എന്റെ കയ്യിൽ കിട്ടാൻ ഞാൻ നോക്കിയിരിക്കായിരുന്നു. ഇനി എന്നെ കെട്ടിയവനെ പറ്റി നീ ജീവിക്കുകയാണെങ്കിൽ നിന്നെ ചവിട്ടി കൊന്നുകളയും ഞാൻ. കണ്ടവനെ പറ്റി നീ ജീവിക്കുന്ന പോയി വേറെടുത്ത് ജീവിക്കണം. ചങ്കത്തിന് ചവിട്ടുന്നു. പോരെ. ഡേയ്, ആ പോയതാരാ വീട് നിനക്ക്? എന്റെ ചങ്ക ആരായാലും എനിക്കെന്താ? ചവിട്ട് നിന്ന് ഞങ്ങളുടെ അത് നിങ്ങളെ കെട്ടിയാനല്ലെന്ന് എനിക്കറിയാം. ഒരു കുടുംബം എങ്ങനെ കഴിഞ്ഞു പോകുന്നതിനെ കുറിച്ച് തൊമ്മിച്ചിന് ലെവലേഷൻ ചിന്തയില്ല സിസ്റ്റർ. ഞാൻ എന്തെങ്കിലും ചില്ലറ ജോലി ചെയ്ത് കൂട്ടിവെക്കുന്ന കാശ് തപ്പിയെടുത്ത് കള്ളു കുടിച്ച് തീർക്കും. കള്ളു കുടിച്ച് വീട്ടിൽ വന്നാൽ പിന്നെ വഴക്കം വക്കാണോ? ഒരു മനസമാധാനം ഇല്ല. ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് വിഷമം. എവിടെയെങ്കിലും ഒരു ജോലി തരപ്പെടുത്തിയിരുന്നെങ്കിൽ ഉപകാരമായിരുന്നു. അല്ലാതെ എൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കാൻ വേറെ ഒരു വഴിയും ഞാൻ കാണുന്നില്ല. മേരി വിഷമിക്കണ്ട. കരുണാമയനായ കർത്താവ് ഒരു വഴി കാണിച്ചു തരാതിരിക്കത്തില്ല. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്തുതിയായിരിക്കട്ടെ. അച്ഛൻ എന്നെ അന്വേഷിച്ചു പറഞ്ഞു. കഴിഞ്ഞ ദിവസം നിന്റെ ഭാര്യ മേരി എന്നെ വന്ന് കണ്ടിരുന്നു. അവൾക്ക് എന്തെങ്കിലും ജോലി തരപ്പെടുത്തി കൊടുക്കാൻ പറഞ്ഞു. ഇട്ടിച്ചന്റെ ഓട്ട് കമ്പനിയിൽ ഞാനൊരു ജോലി ശരിയാക്കിയിട്ടില്ലേ. എടാ തൊമ്മി, നീ അവിടെ പോയി നിന്റെ പതിവ് മൂരിയുടെ സ്വഭാവം കാണിച്ചാലല്ലോ ചവിട്ടിക്കും. മനസ്സിലായാ? പോക്കോ. ഇങ്ങോട്ട് വന്ന്. ഏതാ ബ്രാൻഡ്? മണവാട്ടിയാണ് അച്ചു. മണവാട്ടി. ആ മണവാട്ടി. ചോദിച്ചു എന്നതാ അമ്മച്ചി ഉണ്ടാക്കണ? ചമ്മന്തി. ഇന്ന് കഞ്ഞി ചമ്മന്തിയാ, സൂപ്പർ. തന്നെത്താൻ അങ്ങ് കഴിച്ചാൽ മതി. അമ്മച്ചിക്ക് അറിയാലോ എനിക്ക് കഞ്ഞി കണ്ടാ കണ്ണാറാണെന്ന്. എനിക്ക് വേണ്ട. ഇതെങ്കിലും ഉണ്ടല്ലോ മക്കളെ. എൻ്റെ മക്കൾ കഴിച്ചില്ലെങ്കിൽ അമ്മച്ചിക്ക് ഒത്തിരി വിഷമാവും. അമ്മച്ചിക്ക് പുതിയ ജോലിയൊക്കെ കിട്ടിയില്ലേ? ഇനി നമ്മുടെ ഭക്ഷണത്തിന്റെ മെനു പാടെ മാറും, ഇല്ലേ അമ്മച്ചി? പിന്നെ പാടെ മാറട്ടെ, എന്നിട്ട് മതി ഭക്ഷണം. എനിക്കിത് വേണ്ട. ഒരു കഞ്ഞി ചമ്മന്തി. അയ്യോ ആലിസേ. ആ മുരുക, ചേർത്തലക്കുള്ള കട്ട ഉടനെ അയക്കണം. ആ രാമോഹൻ വന്നാൽ ഇരിക്കാൻ പറയണം. ഞാനുടനെ എത്തിക്കോളാം. എങ്ങനെ ഉണ്ടാ അവള്? അവര് പാവാണ് സാർ, ജീവിക്കാൻ കഷ്ടപ്പെടുന്ന സ്ത്രീയാ. മോരി അവളുടെ കെട്ടിയൻ. അവൻ അങ്ങനെയല്ലല്ലോ. അവനൊരെല്ല് കൂടുതലാ. താമസിയാ ഞാനങ്ങ് ഓടിച്ചു മാറ്റും. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊണ്ട് ജോലിക്ക് വന്ന് നിന്നെ സമ്മതിക്കണം. ജീവിക്കണ്ടേ ചേച്ചി? നിന്റെ കാര്യം ഓർക്കുമ്പോൾ എനിക്കും വിഷമമുണ്ടടി. അയ്യോ മോൻ കരയുന്നു. നീ ചെല്ല്. അമ്മച്ചി അമ്മച്ചി എത്തല്ലോ ജ്യൂസ്. കഷ്ടം തന്നെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ നീ വെടുപ്പാക്കപ്പെട്ട് ശുദ്ധീകരിക്കപ്പെടട്ടെ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി.
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ. പ്രതീക്ഷയ്ക്ക് വകയുണ്ടടി ലില്ലിക്കുട്ടി, നീ പ്രാർത്ഥിക്കും. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അതെ, നടുവിലെടുത്ത് അന്നമ്മച്ചേർത്തി കഴിഞ്ഞു കേട്ടു. അയ്യോ, ഞങ്ങളങ്ങോട്ടാ വാടാ. വാടാ എന്റെ കർത്താവേ, കേട്ടത് സത്യമല്ലേ? ആ വിട്ടോ വിട്ടോ. അവിടെ കൊണ്ടുപിടിച്ച പ്രാർത്ഥന നടക്കുവാടി. നീ ധൈര്യമായിട്ടിരി, ഏതാണ്ട് കഴിഞ്ഞ വട്ട. ഓ റിയലി? ഓ മൈ ജീസസ്, എത്രയും പെട്ടെന്ന് ആ പ്രോപ്പർട്ടി ഡിസ്പോസ് ചെയ്തിട്ട് ഇനി പോരാ നോക്ക്. ഒന്നും മാറണം. എല്ലാം നോർമൽ ആണല്ലോ. കഴിഞ്ഞിട്ട് വെച്ചാ ഞാൻ പിന്നെ വിളിക്കാടി. എന്റെ അന്നാമേ, കർത്താവ് കാത്തു. ഞാൻ പേടിച്ചു പോയി. അങ്ങനെ പെട്ടെന്നൊന്നും ഞാൻ പോവുകയല്ലടി ത്രേസ്യേ. ജോബി എവിടെ? ഞാനിവിടെ ഉണ്ട്. അമ്മച്ചിക്ക് ഒന്നുമില്ല മോനെ. ജോബി ഒന്ന് വന്നേ. വീട് അന്നാമ്മ എല്ലാവരും ഒന്ന് പേടിപ്പിച്ചു. ഒന്നുമില്ല. ഓ, ജോബി, ബോഡി വളരെ വീക്കാണ്. മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഒരു മിറാക്കിൾ സംഭവിച്ചതാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ആ അത്ഭുത ശക്തി. കർത്താവ് ജീവൻ തിരിച്ചു തന്നെന്ന് വിചാരിച്ചോണ്ടാ മതി. വരുന്ന അടുത്ത കോപ്പൻ. അല്ല ഒന്ന്. അതെ, ഇതും കൂട്ടി 4ാമത്തെ അന്ത്യകുദാശ ഇവിടെ കാണിച്ചു കൂട്ടിയേക്കുന്നത്. ഒരുമാതിരി ലഡാക്കിലെ പണിയായി പോയി. ജോബി, നിന്റെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷേ ഞാനൊരു വൈദികന, ആരാച്ചാരല്ല. അന്ത്യകുദാശ എന്ന് പറയുന്നത് മരണശൈലിയിൽ കിടക്കുന്ന ഒരു വ്യക്തിക്ക് മരണാനന്തരം സ്വർഗത്തിലേക്ക് ക്ലേശങ്ങളില്ലാതെ പ്രവേശിക്കാനുള്ള കർത്താവിനോടുള്ള ഒരു പ്രാർത്ഥനയാണ്, അല്ലാതെ ജീവൻ എടുക്കുക എന്നല്ല. നിനക്ക് നല്ല ബുദ്ധി ഉണ്ടാവാൻ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കാം. അതേ എന്നെ കൊണ്ടാവൂ. കർത്താവ് എവിടെയും കുരിശോ? സാറ് വിളിച്ചു എന്ന് പറഞ്ഞു. നിന്നെ നടുത്ത് കാണാനാ. ജോലി ബാക്കിയുണ്ട് സാർ. എന്റെ കെട്ടിയവൻ മോനിക്ക് സുഖല്ലേ? തൊമ്മിച്ചൻ. തൊമ്മിച്ചൻ, തോമസ്. തോമസ് ലീഗയുടെ പേര്, പക്ഷെ മൂരിയുടെ സ്വഭാവവും. ജോലി തീർക്കാനുണ്ട്. അറിയാം. ഇത്രയും സുന്ദരിയായ മേരി എങ്ങനെ ഈ കുഴിവെട്ടുകാരൻ തോമയുടെ കയ്യിൽ നിന്ന് വിട്ടു? സൗന്ദര്യം വാരിക്കോരി തന്നിരിക്കല്ലേ. ഞാനും അങ്ങനെയാ. ഇഷ്ടപ്പെട്ടു പോയാൽ പണം എത്ര വേണമെങ്കിലും വാരിക്കോരി കൊടുക്കും. ഇയാളെ ഞാൻ ഇഷ്ടപ്പെട്ടോ? ഞാൻ പോണു സാർ. നിന്നെ നീ കിട്ടോടി.